ഇപ്പോഴും ദിനോസറുകളെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലം നമ്മുടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ആക്ച്വലി അങ്ങനെ ഒരു സ്ഥലമുണ്ട്, പക്ഷെ നമ്മുടെ ഭൂമിയിലല്ല. ഭൂമിയിൽ നിന്ന് ഏകദേശം 70 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെ സ്ഥിതി ചെയ്യുന്ന NGC 2525 എന്ന് പറയുന്ന മറ്റൊരു ഗാലക്സിയിലാണ് ഇത് കാണാൻ പറ്റുക. പക്ഷെ ഇത് എങ്ങനെയാണ് പോസിബിൾ ആകുന്നത് നമുക്ക് നോക്കിയാലോ. എപ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത്? ഒരു വസ്തുവിൽ നിന്ന് റിഫ്ലക്റ്റ് ആയി വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം നമ്മളെ കണ്ണിലടിക്കുമ്പോഴാണ്. പക്ഷേ ഈ ലൈറ്റ് എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് അല്ല, അതിന് സഞ്ചരിക്കാൻ സമയമെടുക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വെളിച്ചം എത്താനായിട്ട് ഏകദേശം 8 മിനിറ്റ് 20 സെക്കൻഡാണ് എടുക്കുക. അതിന്റെ അർത്ഥം 8 മിനിറ്റ് 20 സെക്കൻഡ് മുന്നേ ഉള്ള സൂര്യനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ലോജിക് ഇവിടെ ഒന്ന് അപ്ലൈ നോക്കിയാലോ. അതായത് NGC 2525 എന്ന് പറയുന്ന ഗാലക്സി ഭൂമിയിൽ നിന്ന് ഏകദേശം 70 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. അതിന്റെ അർത്ഥം ഭൂമിയിൽ നിന്നുള്ള വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം ആ ഒരു ഗാലക്സിയിലെത്താൻ 70 മില്യൺ വർഷങ്ങൾ എടുക്കും. ഇപ്പോൾ ആ ഗാലക്സിയിലുള്ള ഏതെങ്കിലും ഒരു ഏലിയൻ സ്പീഷീസ് അല്ലെങ്കിൽ ഒരു അന്യഗ്രഹ ജീവി വിഭാഗം ഭൂമിയിലേക്ക് അവരുടെ കയ്യിലുള്ള അൾട്രാ പവർഫുൾ ആയിട്ടുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഭൂമിയിലേക്ക് നോക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അവർ കാണുന്നത് 70 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഭൂമിയാണ്. 70 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ നടന്നിരുന്നത് ആരാണ്? ദിനോസറുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഭൂമിയിൽ ദിനോസറുകളുണ്ട്. സോ നമ്മുടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ കാണുന്നത് പലതും പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല, കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. രാത്രി നിങ്ങൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങളുടെ ഒന്നും തന്നെ ലൈവ് വിഷ്വൽസ് അല്ല നമ്മുടെ കണ്ണിൽ കിട്ടുന്നത്. പകരം അതിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ചരിത്രമാണ്. ഇത്തരത്തിലുള്ള മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സ്പേസ് ഫാക്റ്റുകൾക്ക് ഫോളോ ചെയ്യും.